മിസ്റ്റർ അൻവർ ഹിന്ദു പത്രം ചൂണ്ടിക്കാണിച്ചാണ് കേരളത്തിന്റെ സമാരാജ്യനായ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തെ വക്രീകരിച്ചത്. ഹിന്ദു ഹിന്ദു എന്ന് അദ്ദേഹം നിരവധി പ്രാവശ്യം പറഞ്ഞു. അപ്പൊ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഹിന്ദുവായി എന്തെങ്കിലും ഒരു ബന്ധമുള്ള പത്രമല്ലത്. ഹിന്ദുക്കളുമായി ഹിന്ദുത്വമായി ശക്തമായ വിയോജിപ്പുള്ള ഒരു പത്രമാണ്. ആ പത്രത്തിൽ നൽകിയ ഒരു ഇന്റർവ്യൂവിനെ വക്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വിശ്വാസ്യതയെ ദുരുപയോഗിച്ച് ഒരു ജില്ലയിൽ ഒരു പ്രത്യേക വിഭാഗമാണ് ഭൂരിപക്ഷമുള്ളത് എന്നുള്ളത് കൊണ്ട് ആ ജില്ലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വൃത്തികെട്ട പ്രചരണം അത് ഈ കേരളത്തിലെ ജനത തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇതൊക്കെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഡൽഹിയിൽ പത്രക്കാരെയും ദൃശ്യമാധ്യമക്കാരെയും കണ്ട സമയത്ത് പറഞ്ഞത്, ഇത് തീക്കൊണ്ട് തലചൊറിയലാണ്. ആരെങ്കിലും ഇതുമായി സഹകരിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ പ്രശ്നങ്ങളിലും ശക്തമായിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചതും. 4 പ്രധാനപ്പെട്ട ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 തലത്തിലുള്ള അന്വേഷണം, ഒന്ന് വിജിലൻസ് DGP, മറ്റൊന്ന് DGP അന്വേഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഒരു SP യെ സസ്പെൻഡ് ചെയ്തു. പ്രൈമാഫെക്ഷി അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. ഇനി ഒരാഴ്ചക്കുള്ളിൽ മറ്റൊരു റിപ്പോർട്ട് കൂടി വരാൻ പോവുകയാണ്. അത് ADGPക്കെതിരായിട്ടുള്ളതാണ്. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടെങ്കിൽ ശക്തമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. ഒരാഴ്ച പോലും അദ്ദേഹത്തിന് കാത്തിരിക്കാൻ കഴിയുന്നില്ല. അതിന്റെ അർത്ഥം അദ്ദേഹം കൊണ്ടുവന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും തെളിഞ്ഞാൽ അത് അദ്ദേഹത്തിന് തിരിച്ചു കുത്തും, ബൂമറങ് ആകും എന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒരാരോപണങ്ങളിൽ നിന്നും പിന്തിരിയുന്ന പ്രശ്നം ഗവൺമെന്റിനില്ല. ശക്തമായ അന്വേഷണം നടത്തും, അതുമായി സഹകരിക്കണം. ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ സഹകരിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താ മനസ്സിലുള്ളത് എന്നുള്ളത് അറിയില്ല. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്നുള്ളത് അറിയില്ല. കുറ്റവാളികളെ രംഗത്ത് വരലാണോ, അല്ല പറഞ്ഞത് അബദ്ധമായി പോയി എന്നുള്ളത് കൊണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടടിക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല.